സുഹൃത്തുക്കളെ, നമ്മളിന്ന് ആയില്യം നക്ഷത്രത്തെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആയില്യം നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപൻ ബുധനാണ്. കർക്കിടക രാശി. അതിന് പൊതുവെ പാദദോഷമുള്ള നക്ഷത്രമാണ് ഇത്. അതിനകത്ത് പാദം 1 ജനിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പാദം 2 ധനത്തിന് അല്ലെന്നുവരി അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ, ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ജനിക്കുന്ന സമയത്ത് ഫാമിലിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 3-ാമത്തെ അമ്മയ്ക്ക് ദോഷം 3-ാം പാദത്തിൽ ജനിക്കുന്നവർക്ക്. 4-ാം പാദത്തിൽ ജനിക്കുമ്പോൾ അച്ഛനോ സ്വന്തമായിട്ടോ ദോഷം വരുമെന്നാണ് കണക്കാക്കുന്നത്. അപ്പം ഇവരെ പറ്റി പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ക്യാരക്ടറാണ്. വളരെ ഷാർപ്പായിരിക്കും, നല്ല കർമ്മബുദ്ധിയുള്ളവരാണ്. പിന്നെ ഒരു വക്രതയോടെ ആൾക്കാരെ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള അപാരമായിട്ടുള്ള ഒരു കഴിവുണ്ട്. അത് ഭയങ്കര മിടുക്കരാണ്. അതേമാതിരി നമ്മളെ ഇവരുടെ ഇവർക്ക് ഏത് സിറ്റുവേഷനും അവരുടേതായിട്ടുള്ള ആക്കി തീർക്കാൻ വേണ്ടി അന്നേരം എന്തോ പറഞ്ഞ് നിൽക്കാനും എടുക്കാനും അപാരമായിട്ടുള്ള കഴിവാണ്. പിന്നെ സ്വന്തമായിട്ടുള്ള അഭിപ്രായത്തിൽ അതേമാതിരി ഉറച്ചു നിന്ന് ഏതറ്റം വരെയും പോയിട്ട് ബാക്കി ആൾക്കാരുടെ പ്രശ്നം എന്താണെന്നോ കാര്യങ്ങൾ നോക്കാതെ അതിന് സ്വന്തം കാര്യം വിജയിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരാണ്. അല്ലെ ഇപ്പോൾ വീണണം വിഷ്ണുലോകം പോലെ ആ സമയത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ശരിയാണെന്ന് സമർപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സാമർഥ്യം പൊതുവേ ഉണ്ട്. അതേപോലെ ഇവരാഗ്രഹിച്ച എന്ത് കാര്യവും സാധിച്ചെടുക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു ആൾക്കാരാണ്. പിന്നെ പൊതുവെ ഒരു ഇന്റിമസി എന്ന് പറയുന്ന ആത്മാർത്ഥ സിൻസിയാരിറ്റി അത് വളരെ കുറവാണ് ബാക്കിയുള്ള ആൾക്കാരോട്. അവനോടുള്ള സ്നേഹം കാണും. അതേപോലെ ഇവര് സ്വന്തം താല്പര്യത്തിലും സ്വന്തം ചിന്താഗതിക്കും അതിന് മുൻഗണനാലും അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ആരെങ്കിലും സഹായിച്ചു ചെയ്യാനുള്ള ഇപ്പം നമ്മളിപ്പോൾ അവരെ അങ്ങോട്ട് സഹായിച്ചു കഴിഞ്ഞാൽ തിരിച്ച് സഹായിക്കുന്ന ഒരു സ്വഭാവമില്ല. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇവരോടൊരു അകൽന്ന് പോകുന്നതായിട്ട് കാണാറുണ്ട്. അതേമാതിരി ഇപ്പോൾ ഇവരെന്തെങ്കിലും ചിലപ്പോൾ ചിലരോട് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ സർപ്പം ചുറ്റുന്ന പോലെയാണ്. സർപ്പത്തിൻ്റെ സ്വഭാവമായി ചുറ്റി വരിഞ്ഞ് ഇരിക്കും. പക്ഷെ അതുവഴി എന്തെങ്കിലും ഒരു സപ്പോസ് ഒരു ഗേൾ ഫ്രണ്ടോ അല്ല തിരിച്ച് ബോയ് ഫ്രണ്ടോ എന്തെങ്കിലും ആയിരിക്കും. അത് അത്ര അമിതമായിട്ട് സ്നേഹിച്ച് അപ്പോൾ അവരുടെ ആ കർമ്മത്തിൽ ചിലപ്പോൾ ഇതിനുള്ള യോഗമില്ലെന്ന് വരിയിൽ അതവരെ ഭയങ്കര നിരുത്സാഹപ്പെടുത്തുന്ന ഒരു വിഷപ്പിക്കുന്ന ഒരു രീതിയാണ്. പൊതുവെ ഭയങ്കര ദുരഭിമാനികളാണ്. പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഭയങ്കര ദുരഭിമാനം തോന്നുന്ന ആൾക്കാർ. അവരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു കാരണത്തിൽ ചീത്ത പറയുകയോ വഴക്ക് പറയുകയോ ആളാണെങ്കിൽ അതിന് ഇരട്ടി രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് പൊതുവെ കണ്ടുവരുന്നത്. അതേമാതിരി ഇവർ പലരോടും ഇങ്ങനെ സൗഹൃദം കാണിക്കുമ്പം ഇപ്പം വലിയ ഇതിനകത്ത് എന്താ പറയുന്നത് വലിയ കൂടിയ സ്റ്റാറ്റസിൽ കൂടിയത് കുറഞ്ഞത് അങ്ങനെ നോക്കുകയല്ല. എല്ലാ ആൾക്കാരുമായിട്ടും ഇതായിട്ട് നല്ല സൗഹൃദത്തിൽ പോകും. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിലായാലും എവിടെ ആയാലും നിൽക്കുന്നിടത്ത് അവിടെ പയ്യെ സ്റ്റെപ്പായിട്ട് കയറി വളർന്ന് ഒരു നല്ല രീതിയിലോട്ട് വരുന്നതായിട്ട് പൊതുവെ കാണാറുണ്ട്. ഇവർ അതേമാതിരി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. പൊതുവെ നല്ല ശാന്തശീലരാണെന്ന് പറഞ്ഞാലും ഇത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ട് പൊട്ടിത്തെറിച്ചിട്ട് അവരോട് ഒരു പാമ്പിൻ്റെ ഒരു സ്വഭാവം. അതേമാതിരി ഈ ഒരാളോട് പണക്ക് തോന്നിയാൽ ഒരാൾ ദ്രോഹിച്ചെന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ ആ ഒരു എന്താ പറയുന്ന ഒരു കൊത്തുന്ന ഒരു എവിടെയിലിട്ട് പണി കൊടുക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവം പൊതുവെ ഈ നാളിന് കണ്ടുവരാറുണ്ട്. പാമ്പ് ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞാൽ പാമ്പ് നോക്കുന്ന മാതിരി പാമ്പ് ദൃഷ്ടി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ മാതിരി ഒരു സ്വഭാവമാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇപ്പം കർക്കിടക രാശി ആയതുകൊണ്ട് അത് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് ഇവര് അമ്മയോട് ഭയങ്കര സ്നേഹമായിരിക്കും. അമ്മയോട് ഭയങ്കര അടുപ്പം, അല്ലെന്നൊരു അമ്മയെ ഒരുപാട് സ്നേഹം, അല്ലെങ്കിൽ ജനിച്ച വീട് അതിനോടൊക്കെ ഒത്തിരി താല്പര്യം കാണുന്ന ആൾക്കാരാണ്. ഇവര് ഭയങ്കര മുൻകോപികളാണ്. എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെന്നവരിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെന്നവരിൽ പൊതുവെ ശാന്തശീലരാണേലും ഇഷ്ടപ്പെട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന മാതിരിയുള്ള ഒരു സ്വഭാവമാണ് പൊതുവെ അയൽക്കാർക്ക് കണ്ടുവരുന്നത്. പിന്നെ അതേമാതിരി നമ്മളെന്തായാലും ഈ നല്ല ബുദ്ധിശക്തിയുമുള്ള ആൾക്കാരാണ്. സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ പലരും ഒന്നീ ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് വഴക്കുണ്ടാക്കി അല്ലെന്നൊരു അവർക്ക് ആ വിട്ടുവീഴ്ചയില്ല സ്വഭാവം ഇങ്ങനെയുള്ള ഒരു തണ്ടും സ്വഭാവം കൊണ്ട് പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുന്നത് കൂടുതലായിട്ട് പൊതുവെ കണ്ടുവരാറുണ്ട്. പിന്നെ ഭയങ്കര ഒരു 35-40 വയസ്സിൽ അനാവശ്യമായിട്ടുള്ള ചെലവുകളും കാര്യങ്ങളും അധികം വരുന്നതാണ്. ഈ നക്ഷത്രത്തെ പറ്റി നമുക്ക് വിശദമായിട്ട് ഇനി ഒന്ന് നോക്കാം. പാദം വെച്ചിട്ട് ഓരോ പാദം അപ്പം ആദ്യത്തെ പാദം 1, അപ്പം 106 മുതൽ 110 വരെയാണ് കർക്കിടകരാശി ആദ്യത്തെ പാദം. അപ്പം അതിനകത്ത് ഭരിക്കുന്ന ഗ്രഹം വ്യാഴമാണ്.
D9 അതായത് നവാംശം ധനുവാണ്. സ്വഭാവം ക്രിയാത്മകം എന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ്. പാദം 2 അതേമാതിരി 110 മുതൽ 113.2 അത് ചെറിയ പോർഷൻ, അത് ചെറിയ ഇത് പറയുന്നില്ല. അപ്പം അതിൻ്റെ ഗ്രഹം ഭരിക്കുന്ന ഗ്രഹം ശനിയാണ്. D9 അതായത് നവാംശം മകരം വരും. ഇതിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിമോഹം, ഒരുപാട് ആഗ്രഹിക്കുന്നത് അല്ലെ അത്യാഗ്രഹിക്കുക, അതേമാതിരി ഒരു പോരാന്നുള്ള ഒരു ആർത്തി മാതിരിയുള്ള ഒരു, അതാണ് അങ്ങനെ പറയുന്നത്. പിന്നെ പാദം 3 113 മുതൽ 116 വരെയാണ്. ശനിയാണ് ഭരിക്കുന്ന ഗ്രഹം. അതേമാതിരി കുംഭമാണ് D9 നവാംശം. അപ്പം ഇതും ഒരു ലക്ഷറി ലൈഫ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഭയങ്കര ഒരു ലക്ഷറി ആയിട്ടുള്ള ജീവിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ അടുത്തത് പാദം 4. പാദം 4 എന്ന് പറഞ്ഞാൽ വ്യാഴമാണ് അതിനെ ഭരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു പൊതുവെ ഈ പാദം 4-ാം പാദത്തിൽ ജനിക്കുന്നവർക്ക് ചന്ദ്രനുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളോ മെൻ്റലായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെറിയ യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുവാണെന്നതിൽ അത് നന്നായിരിക്കും. അപ്പം അതിന് പുറ്റിരാശി എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഇവർ ശിവന്റെ അമ്പലത്തിൽ പോകുന്നത് അല്ല നാഗദേവതകളെ തൊഴുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഇതിൻ്റെ നമ്മുടെ നരസിംഹം, ബലരാമൻ, പിന്നെ അതേമാതിരി നമ്മുടെ എന്താ പറയുന്നത് മഹാത്മാഗാന്ധിജി, അതേമാതിരി നമ്മുടെ നെഹ്റു, ഇതൊക്കെ ഈ സ്റ്റാറിൽപ്പെട്ട ആൾക്കാരാണ്. വീട്ടിൽ മുരിങ്ങ വെച്ച് വളർത്തുന്നത് നല്ലതാണ് ഇവർക്ക് പൊതുവെ. കാരണം മുരിങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔഷധവുമാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവർക്ക് ഈ പാമ്പിൻ്റെ റേഡിയേഷനും കാര്യം ഉള്ളത് കൊണ്ട് പാമ്പ് കാര്യങ്ങളൊന്നും വരികയെടുക്കുകയൊന്നുമില്ല, അതിനും നല്ലതാണ്. അതേമാതിരി മോതിരം, മുരിങ്ങ ഒക്കെ ഇവരുടെ റേഡിയേഷനിൽപ്പെട്ടതാണ്. അപ്പം ഇത് വയസ്സാം കാലത്ത് ഇവർക്ക് അതുകൊണ്ട് ചിലപ്പോൾ കൈക്കോ കൈവിരലിനോ ഒക്കെ ചെറിയ അപകടങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നെഞ്ചിനും കൈക്കോ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള. പിന്നെ ഈ ബുധൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞരമ്പുമായിട്ട് അല്ലെങ്കിൽ വെരിക്കോസ് പെയിന്, ഞരമ്പ്, സ്കിൻ അലർജി അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ബുധൻ്റെ റേഡിയേഷൻ ഉള്ളതുകൊണ്ട്. അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇവർക്ക് എന്താ ഇപ്പോൾ ബുധൻ നെഗറ്റീവ് ആണെന്ന് വരില്ലാണ് ഈ കാര്യങ്ങൾ, പോസിറ്റീവാണ്. അതായത് ഓരോ ഗ്രഹങ്ങളും നമ്മുടെ ഈ ഗ്രഹത്തെ നമ്മുടെ ആ ബുധൻ്റെ കൂടി ഇരിക്കുന്ന ആ ഗ്രഹത്തിൻ്റെ നോട്ടം അങ്ങനെയുള്ള കാരകത്വം എന്നൊക്കെ ഉള്ളതിനെ അത് ആശ്രയിച്ചിരിക്കും. പിന്നെ അതുപോലെ ഗരുഡനി റേഡിയേഷനാണ്. പിന്നെ പാമ്പ്, പിന്നെ തിമിംഗലം, അസുരന്മാരുടെ സ്വഭാവം, അങ്ങനത്തെ ഒരു ഇതാണ്. അങ്ങനെ അതേമാതിരി വിദേശത്ത് വെളിയിൽ പോകാനുള്ള യോഗമുണ്ട്. പുതിയ മനുഷ്യരെ കാണുന്ന വലിയ കാര്യമാണ്. മക്കളെന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് കഴിഞ്ഞിട്ടാണ് കാര്യങ്ങളങ്ങ് മാറുന്നത്. പിന്നെ കള്ളക്കടത്ത് ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന ഇതിനെ ഒരു പാമ്പും വിഷം കടത്തുക. അതേമാതിരി ഇവർക്ക് ഫാമിലിയിൽ വയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർ കാണും. വയറുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ, ചിലപ്പോൾ യൂട്രസ് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നമുള്ള ആൾക്കാർ. പിന്നെ സൂചി റേഡിയേഷനാണ്, വിഷപ്പുല്ലി റേഡിയേഷനാണ്, ചൂതുകളി ഇത് റേഡിയേഷനാണ്, പേന അതേമാതിരിയുള്ള സംഭവങ്ങൾ ഈ റേഡിയേഷനാണ്. പിന്നെ വൈരാഗ്യബുദ്ധി, സ്നേഹം, ഇത് റേഡിയേഷൻ. ചിലരോട് വലിയ വൈരാഗ്യമായിട്ട് പെരുമാറുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരിത്, അതെല്ലാം ഇത് റേഡിയേഷനാണ്. പിന്നെ ഇവർ പ്രേമിച്ച് ഒരു ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അമിത സ്നേഹം കാണിക്കുക. അതുകൊണ്ട് തന്നെ അതിപ്പോൾ ഇഷ്ടം കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ വന്നു കഴിഞ്ഞാൽ ഒരു വൈരാഗ്യബുദ്ധി അല്ലെങ്കിൽ ഒരു അപ്സെറ്റ് ആകുന്നത് അങ്ങനത്തെ ഒരു ഇതുണ്ട്. അങ്ങനെ ഒരു ഇതുകൊണ്ട്. പിന്നെ അതുപോലെ രാഹുവിൻ്റെതായിട്ടുള്ള ഇത് ഈ സ്പ്രിങ്, അതേമാതിരി സ്പീഡാണല്ലോ രാഹു എന്ന് പറഞ്ഞാൽ. ഇവരെന്തെങ്കിലും ആരോടും ഇപ്പം വൈരാഗ്യം അല്ലെങ്കിൽ ആരോടെങ്കിലും എന്ന് പറഞ്ഞാൽ വൈരാഗ്യം, അതേമാതിരി ഭയങ്കര അടുപ്പം. അതേമാതിരി ഇവർക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു വൈരാഗ്യവും കൊണ്ട് അടുപ്പം ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതേമാതിരി പ്രേമിച്ച് പറ്റിക്കാൻ, ആൾക്കാരെ അല്ലേ പറഞ്ഞ് പറ്റിക്കാൻ, അല്ല അമിത സ്നേഹം കാണിക്കേട്ട് ഇഷ്ടം, അങ്ങനത്തെ ഉള്ളൊരിതാണ്. പിന്നെ ഇത് സ്പ്രിങ് റേഡിയേഷനാണ്. പിന്നെ എന്താ പറയുന്നത്, കാലിലെ വാദം, കാലിന് ചെറിയ വെരിക്കോസ്, പിന്നെ ലെഫ്റ്റ് ഹാൻഡിന് ചെറിയ പ്രശ്നങ്ങൾ, ഞരമ്പ്, ബ്ലഡ്, പിന്നെ മുദ്രപത്രത്തിൻ്റെ അങ്ങനെയുള്ള മുദ്രപത്രത്തിൻ്റെ ഒക്കെ ഈ റേഡിയേഷനാണ്. അങ്ങനെ പിന്നെ സ്വന്തമായിട്ട് ഇപ്പോൾ കുട്ടികളെ, ഇപ്പം നമ്മുടെ കുട്ടികളെ വീട്ടിലുണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ കൊച്ചിലെയൊക്കെ അടുത്ത വീട്ടിൽ വിടും, ചിലപ്പോൾ അവിടെ നിന്നിട്ട് കാണാൻ പോകുന്നത്, അങ്ങനെയൊക്കെ ഉള്ള സംഭവിച്ചായിട്ടുള്ള സംഗതിയുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് മോട്ടർ റേഡിയേഷനാണ്. കോഴിമുട്ട ഇടുന്ന സ്ഥലങ്ങൾ ഈ റേഡിയേഷനാണ്. ഗ്രൈൻഡർ ഈ റേഡിയേഷനാണ്. തിരുപ്പൂർ ഈ റേഡിയേഷനിൽപ്പെട്ടാണ്.
പിന്നെ വാച്ചിൻ്റെ സ്പ്രിങ്, വാച്ച്, സമയം നോക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളത്, ഈ കറങ്ങുന്ന സംബന്ധമായിട്ടുള്ളത്, ഈ കറങ്ങുന്നതെല്ലാം ഈ ഒരു റേഡിയേഷൻ, രാഹുവിൻ്റെ റേഡിയേഷനിൽ പെട്ടായതുകൊണ്ട് അത് ഇതുമായിട്ട് ബന്ധമുള്ളതാണ്. ഇപ്പോൾ അതേമാതിരി ഡമ്പൽ ഈ റേഡിയേഷനാണ്. കരോട്ടായ, കുംഭ്, പിന്നെ മാർഷൽ ആർട്സ്, പിന്നെ ഇവർക്ക് ചുരുണ്ട മുടി, ഇതൊക്കെ ഈ റേഡിയേഷൻ പെട്ട. ചുരുണ്ട മുടി പൊതുവെ ചിലപ്പോൾ കണ്ടുവരാറുണ്ട്, ചെറിയ ചുരുൾച്ച കാണും, അതാണ്. പേനയുടെ നിബ് അതേമാതിരി ഈ റേഡിയേഷനാണ്. പിന്നെ വലിച്ചെടുക്കുക എന്നാണ് ഈ പാമ്പിൻ്റെ എന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കുക, സിറിഞ്ച് റേഡിയേഷനാണ്. വിഷപ്പാമ്പ് അങ്ങനെയുള്ളത്, അതുകൊണ്ട് തന്നെ സിറിഞ്ച് പാമ്പ് കൊത്തുവാണല്ലോ, കൊത്തിയിട്ട് വലിച്ചെടുക്കുന്നത്, ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ ഡ്രൈവർ ഈ ഒരു ഇതിൽപ്പെട്ടാണ്. പിന്നെ ഫുഡ് ദാനം ചെയ്യുന്നവർക്ക് നല്ലതാണ്, വളരെ നല്ല. കാരണം ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് ഫുഡ്, കൃഷി അങ്ങനെയുള്ളതായിട്ട് ബന്ധപ്പെട്ട. പിന്നെ ഫാമിലിയിൽ ആരെങ്കിലും ഭയങ്കര ഗവൺമെൻറ് ജോലി, അല്ലെന്ന് ഒരു കാക്കിയിട്ട ആൾക്കാർ, അല്ലെന്ന് ഒരു എന്തെങ്കിലും ഗവൺമെൻറ് ജോലി, അല്ലെങ്കിൽ മിലിറ്ററി പോലീസ്, ആ ഒരു രീതിയിലുള്ള പൊതുവെ ഒരു കണ്ടുവരാറുണ്ട്. പിന്നെ നീർക്കോഴി റേഡിയേഷനാണ്. പാത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോഴി പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ റേഡിയേഷനാണ്. പാമ്പ് ഈ റേഡിയേഷനാണ്. പിന്നെ ഇവരുടെ വീടിനടുത്ത് പൊതുവെ കീരി കാണാറുണ്ട്. കൊച്ചിലെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കുട്ടികളുണ്ടല്ലോ, ഇപ്പോൾ ഇവരുടെ വേറെ മൂത്ത കുട്ടിയോ അല്ലെ ഇളയ കുട്ടികളെ അവിടെ, അപ്പോൾ മൂത്ത കുട്ടി പ്രത്യേകിച്ച് ഇവരുള്ളപ്പോൾ ഇവരുടെ അടുത്ത് അല്ലെ ഇവരുടെ കൂടെ താമസിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു ഇത് ചിലത് കണ്ടുവരുന്നുണ്ട്. അതേമാതിരി വീട്ടിൽ മിക്സി ഉണ്ടെങ്കിൽ ഒരു അമ്മിക്കല്ല്, ഗ്രൈൻഡർ, അങ്ങനെയുള്ള ഒരു ഇത് പൊതുവെ കണ്ടുവരാറുണ്ട്. പിന്നെ എന്താ പറയുക, ഇത് നമ്മുടെ ഉറങ്ങി എണ്ണീച്ചാൽ ഒരു മുഖം കഴുകിയിട്ട് ഒറ്റപ്പോക്ക് എവിടെയെങ്കിലും പോകണമെന്ന് വരില്ല, അന്ന് പുറകെ വശം ഇങ്ങനെ നോക്കുന്ന ഒരു പ്രശ്നമില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ കണ്ടുവരാറുണ്ട്. പിന്നെ അതേമാതിരി ഫാസ്റ്റ് ഫുഡ്, സേമിയ, നൂഡിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു റേഡിയേഷനിൽ പെട്ടത്. കാരണം ഇത് പാമ്പ് ചുരുണ്ട സംഭവങ്ങൾ പലത്, അതുകൊണ്ട് തന്നെ ഇവർക്കൊരു പാമ്പിൻ്റെ പക കാര്യങ്ങളെല്ലാം ഉള്ളത്. പിന്നെ നല്ല സെൻസിങ് പവറാണ്, പാമ്പിൻ്റെ ആയിട്ടുള്ള ഒരു സെൻസ് ചെയ്യുന്ന ഒരു സ്വഭാവം, ഉറക്കത്തിൽ ചാടി എണീക്കുന്ന ഒരു അങ്ങനെയുള്ള ഒരു സ്വഭാവം, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പൊതുവെ കണ്ടുവരുന്നത്. പിന്നെ കല്യാണത്തിന് ശേഷം ഒരു വർഷം ഫാമിലി ചെറിയ എന്തെങ്കിലും അപകടമോ കാര്യങ്ങളോ കാണുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ കൊച്ചിൽ പഠിക്കാൻ മിടുക്കരായിരിക്കും, ബുദ്ധിയുണ്ട് പഠിക്കാനെന്ന് പറഞ്ഞാൽ. അത് ബാക്കി അവരുടെ ഇപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവരെ ഒന്ന് അടിച്ചെന്ന് വെച്ചു, കൊച്ചു പിള്ളേരായിരിക്കുന്ന സമയം അടിച്ച് ഇവരെ നേരെ ആക്കാമെന്ന് വിചാരിക്കല്ല. അതിൻ്റെ പിടിവാശിയും കാര്യങ്ങളും അതുകൊണ്ട് സ്നേഹമായിട്ട് പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ അവർ പിള്ളേരാകുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാണ്. പിന്നെ ഗവൺമെൻറ്റുമായിട്ടുള്ള പ്രശ്നം, ലോണുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട്. ലോൺ എന്തെങ്കിലും എടുത്തിട്ട് അല്ലെന്നൊരു ചിലപ്പോൾ പൈസ അടയ്ക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. പിന്നെ ഇവരെ ഒരു കാരണവശാലും പാർട്ണർഷിപ്പ് ബിസിനസ് കൊള്ളത്തില്ല. പിന്നെ ഇവർക്ക് പലർക്കും രണ്ട് രീതിയിലുള്ള വരുമാനം കണ്ടുവരാറുണ്ട്. ഇപ്പോൾ അറിവ് വളരെ അറിവ് സമ്പാദിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എല്ലാ കാര്യങ്ങളും, പക്ഷെ അതൊന്നും പ്രാക്ടിക്കലി അവനവൻ്റെ ആവശ്യത്തിന് കൊണ്ടുവരാറില്ല. അതേമാതിരി ഇവർക്ക് അവരുടെ കാര്യസാധ്യത്തിന് ആൾക്കാരെ എങ്ങനെ വേണമെങ്കിലും കമത്തി അടിച്ച് വിശ്വസിപ്പിച്ച് കാര്യങ്ങളെ പറ്റിച്ചോ അല്ലാതെയോ ഉള്ള ഒരു സ്വഭാവവും, പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു രാജവെമ്പാലടം കൊണ്ടുള്ള ഒരു ഇത് എന്താ പറയുന്നത്, ഒരു തണ്ട് അല്ലെങ്കിൽ ഇപ്പം എനിക്കറിഞ്ഞ് ആരില്ല എന്നുള്ള ഒരു സ്വഭാവം. അതേമാതിരി കാര്യങ്ങളിപ്പോൾ സംസാരിക്കാനാണ് പോയിന്റ് കാര്യങ്ങൾ സംസാരിച്ച ആൾക്കാരെ ഓരോ പോയിന്റ് പറഞ്ഞ് കറക്റ്റ് മനസ്സിലാക്കാനുള്ള അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിലൊക്കെ വളരെ മിടുക്കന്മാരാണ്. ആൾക്കാരെ കമഴ്ത്തി അടിക്കാൻ അതേമാതിരി എന്തെങ്കിലും പറഞ്ഞ് കുറുക്കി ആയാലും കാര്യങ്ങൾ കമഴ്ത്തി അടിച്ച് കാര്യം സാധിച്ചെടുക്കാൻ വളരെ അപാരമായിട്ടുള്ള കഴിവാണ്. പിന്നെ കടലിന് അടുത്ത് വീട് വെക്കുന്ന പൊതുവേ ഇവർക്കൊരു താല്പര്യമുള്ളതാണ്. പിന്നെ അതേമാതിരി കയ്യിൽ എത്ര പൈസ ഉണ്ടെങ്കിലും പൈസ ഉണ്ടെന്നുള്ള കാര്യം ഒരാളോടും മിണ്ടത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമാണ്. പിന്നെ ഇവർ ഫുഡുണ്ടെന്ന് വരില്ല, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഫുഡ് പൊതുവെ കഴിക്കാനുള്ള ആഗ്രഹമുണ്ട്. ചില ആൾക്കാർ ഇപ്പോൾ വീട്ടിലുണ്ടല്ലോ, വെളിയിൽ പോകുമ്പോഴേ ഉള്ളൂ വെളിയിൽ നിന്നുള്ള കഴിക്കുന്നത്, അല്ലെന്നൊരു വീട്ടിൽ തന്നെയുള്ള ഫുഡ് കഴിക്കാനാണ് പൊതുവെ താല്പര്യം കാണിക്കുന്നത്. പിന്നെ പൂർവികന്മാരുടെ ഇപ്പം അവർക്ക് വീട്ടിലാരെങ്കിലും കല്യാണം കഴിക്കുന്ന ഒരു സമയത്ത് ചിലപ്പം എന്തെങ്കിലും ഭർത്താവിനോ അങ്ങനെ ചെറുപ്പത്തിൽ ഇപ്പോൾ യെല്ലോ ഫീവറോ അതേമാതിരി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയൊരു അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ പൂരാടം, അത്തം, ചോതി, തിരുവോണം, ഭരണി, രോഹിണി, ഇതൊക്കെയാണ് തിന്മ ചെയ്യുന്ന നക്ഷത്രം. ഒന്നുകൂടെ പറയാം, പൂരാടം, അത്തം, ചോതി, തിരുവോണം, ഭരണി, രോഹിണി എന്നിവയൊക്കെയാണ്. അതേമാതിരി നന്മ ചെയ്യുന്ന നക്ഷത്രം മകം, അവിട്ടം, പൂട്ടാതി, പിന്നെ മകയിരം, പൂയം, രേവതി, പുണർദം എന്നിവയാണ് നന്മ ചെയ്യുന്ന നക്ഷത്രം. മകം, അവിട്ടം, പൂട്ടാതി,
പിന്നെ മകയിരം, പൂയം, രേവതി, പുണർദം ഇവയൊക്കെ നന്മ ചെയ്യുന്ന നക്ഷത്രങ്ങളാണ്. ഇവരുടെ ജനനം ബുധദശയിലാണ്. പക്ഷെ ഇതിന് ഓരോ പാദത്തിനനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. കാരണം ആ പാദം നോക്കിയാലേ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം അതിന്റെ ഒരു പകുതി 8.5 വർഷമായിട്ട് കണക്കാക്കാം. അത് ബുധദശയിൽ ജനിച്ച് അപ്പോൾ ഈ ബുധൻ നെഗറ്റീവ് ആണെന്ന് സ്കിന്നുമായിട്ടും അങ്ങനെ കൊച്ചിലെ ചെറിയ അലർജി അങ്ങനെയുള്ള പ്രശ്നം വരും. അതിപ്പോൾ ഏത് ഗ്രഹമാണ് കൂടെ നിൽക്കുന്നതിനനുസരിച്ചിരിക്കും. അല്ലെന്ന് വരിയിൽ കുഴപ്പമില്ല. അപ്പോൾ വീട്ടുകാർക്ക് ചെറിയതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകാൻ അങ്ങനെ നെഗറ്റീവ് ആണേൽ ഉണ്ടെന്ന് വരി കുഴപ്പമുണ്ടല്ലേ പ്രശ്നമില്ല. പോസിറ്റീവായ കുഴപ്പമില്ല. അത് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ അടുത്തത് തന്നെ കേതുവാണ്. കേതു 7 വർഷമാണ്. കേതു എന്ന് പറയുമ്പം ഒരു പാപഗ്രഹമായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് ചെറിയ മുറിവ്, ചതവ്, ഒടിവോ പൊട്ടണോ അങ്ങനെയൊക്കെ ഉള്ള ഈ കാര്യങ്ങൾ ഒരു 7 അതായത് 15.5 വയസ്സിനുള്ളിൽ ഈ ചെറിയ നടക്കാനുള്ള സാധ്യത ഉണ്ട്. കേതു സമയത്തിന് മോശമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 വർഷം ശുക്രനാണ്. 20 വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 35.5 വയസ്സ് വരെ. അപ്പോൾ ഈ കാലത്തിൽ ഇവർക്ക് ഒരുപാട് അനുഭവം, വീട് അല്ലെന്നൊരു വണ്ടി യോഗം, വാഹനയോഗം അവയെല്ലാം പറയുന്നുണ്ട്. അതേമാതിരി കല്യാണം കഴിക്കാൻ ഈ ഒരു സമയത്തുള്ള ഈ ദശ നിൽക്കുന്ന സമയത്ത്, ശുക്രൻ നിൽക്കുന്ന സമയത്ത് വിവാഹയോഗവും വാഹനം അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും കാണും. പക്ഷെ അത് കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ സൂര്യദശയാണ്. 6 വർഷം. സൂര്യദശ കുറച്ച് മോശമായിട്ടുള്ള സംഭവമാണ്. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണിന് ചെറിയ പ്രശ്നങ്ങൾ, അല്ലെന്നൊരു കാഴ്ചയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ, പിന്നെ മാനഹാനി, കേസ്, വഴക്ക് എന്നിവയൊക്കെ ഉണ്ടാകാൻ ഈ ഒരു ദശയിൽ സാധ്യതയുണ്ട്. അടുത്തത് പിന്നെ വർഷം എന്ന് പറഞ്ഞാൽ ഒരു ചന്ദ്രനാണ് 10 വർഷം വരെ ചന്ദ്രന്. അപ്പം പിന്നെ ചൊവ്വ. അപ്പം ചന്ദ്രൻ കഴിഞ്ഞാൽ ചൊവ്വ വരും. ചൊവ്വ വരുമ്പോഴാണെങ്കിലും ചെറിയ മീൻസ് ഭൂമി സംബന്ധമായിട്ടൊക്കെ അനുകൂലമായിട്ടുള്ള കാര്യമാണ് കിട്ടുന്നത്. അപ്പം അതേമാതിരി അടുത്ത 18 വർഷം എന്ന് പറഞ്ഞാൽ രാഹു ദശയാണ്. രാഹു ദശയിൽ ആദ്യമൊക്കെ വളരെ ആദ്യത്തെ ഒടിവ് ഭാഗം ഇച്ചിരി ടൈറ്റായിട്ടുള്ള സിറ്റുവേഷനാണ് രാഹു. പിന്നെ ഇട സമയത്ത് ഇവർക്ക് പല രീതിയിലുള്ള ഉയർച്ചകളും കാര്യങ്ങളും ഒക്കെ കണ്ടുവരാറുണ്ട്. പിന്നെ ഇവർക്ക് പൊതുവെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴും നല്ലതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ബുധനുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫുഡ് ഇൻഡസ്ട്രി, അല്ലെന്നൊരു പാല്, പശുവ്, കൃഷി, ഇതൊക്കെ നല്ലതാണ്. അതേമാതിരി ഇപ്പോൾ ഇവരുടെ തന്നെ ബുധനും ബന്ധമുണ്ടല്ലോ. ബുധനെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷന്, അവരുടെ വാട്സപ്പ്, ഫേസ്ബുക്കും അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ. അല്ല പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഈ മീഡിയ, ജേർണലിസം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ അത് നല്ലതാണ്. പിന്നെ അല്ലെന്നൊരിയിൽ ഇതിൻ്റെ ചൊവ്വയുടെ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർക്ക് ഇവർക്ക് പോലീസ്, പട്ടാളം, അല്ലെന്നൊരിയിൽ അങ്ങനെ ഒരു സെക്യൂരിറ്റി, പിന്നെ മിലിറ്ററി, പിന്നെ അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ളതോ അങ്ങനെയുള്ള സംഭവം. പിന്നെ ബുധൻ്റെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഡോക്ടറോ ആ ഒരു ടൈപ്പ്, പിന്നെ നല്ല പൊളിറ്റീഷ്യന് ആ ഒരു ടൈപ്പ് പവറോ ഒക്കെ ഉള്ളതുകൊണ്ട് പൊളിറ്റീഷ്യന്മാരൊക്കെ പൊതുവെ ഇതിനകത്ത് ശോഭിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതേപ്പറ്റി പറയാനുള്ളത്. പിന്നെ നിങ്ങളുടെ ഒരു ഡൗട്ട് ക്ലിയർ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഓരോ നമ്മുടെ 4 പാദവും കാര്യങ്ങളൊക്കെ വന്നു. ഇത് കാര്യങ്ങളൊന്നും ഏകദേശം ചില ആൾക്കാർ ഇപ്പോൾ ഇത് ചില കാര്യങ്ങൾ വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഏകദേശം വിശ്വസിക്കില്ലെന്ന് അറിഞ്ഞുകൂടാ. പല ആൾക്കാരും പറയുമ്പോൾ ഇത് പറയാറില്ല. അതുകൊണ്ട് ഞാൻ ഏകദേശം ഒന്ന് ഓടിച്ച് പറയാം. നമ്മളിപ്പം ജനിക്കുന്ന പലതിലും പറയുന്നതാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. അത് കേൾക്കാത്ത ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ജനിക്കുന്നത് ഒരു രാശിയിൽ, അപ്പോൾ നമ്മൾ ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ എവിടെയാണോ നിൽക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു റേഡിയേഷൻ നമ്മളെ ജനിച്ച ഇതിപ്പം ഇതാണെന്ന വരിയിൽ ഇപ്പം ഈ ഒരു നാളിൻ്റെ ആയില്യത്തിൻ്റെ ഒരു സ്റ്റാർ ഉണ്ടല്ലോ, ആ സ്റ്റാറിന് അപ്പോൾ നമ്മുടെ ഈ ചന്ദ്രൻ്റെയും സൂര്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അച്ഛനെയാണ് സൂചിപ്പിക്കുന്നത്, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അമ്മയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും കൂടെ ഒരു റേഡിയേഷന് നമ്മുടെ ഈ സ്റ്റാറിന് കിട്ടും. അപ്പോൾ ആ സ്റ്റാറാണ് നമ്മൾ ജനിച്ച സമയത്ത് നമ്മുടെ ഭൂമിയിലോട്ട് നമ്മൾ ജീവൻ വെക്കുന്ന സമയത്ത് ആദ്യത്തെ ശ്വാസം എടുക്കുമ്പോൾ നമ്മളിലോട്ട് ഒരു ഇതുണ്ടാവും, ഒരു റേഡിയേഷൻ വിടും. അപ്പോൾ ആ ഒരു റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ എല്ലാ മിക്കവാറും ഉള്ള കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ടിരിക്കും. പിന്നെ നമ്മുടെ താൻ ബാധി ദൈവം ബാധി എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ബാക്കി ക്യാരക്ടർ, നമ്മുടെ ഹാർഡ് വർക്കിംഗ്, എഫിഷ്യൻസി, നമ്മുടെ പ്ലാനിങ്, പ്രയോറിറ്റൈസേഷൻ, ഇംപ്ലിമെന്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് ബാക്കി കാര്യങ്ങളിരിക്കും. അപ്പം പൊതുവായിട്ട് ഇത്ര കാര്യം മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ ആ ഒരു റേഡിയേഷൻ അനുസരിച്ച്
നമ്മുടെ ജീവിതത്തിൽ ഇതനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും, നമ്മുടെ സ്വഭാവത്തിലോ കാര്യത്തിലോ. അപ്പം ഇതിൽ നിന്ന് ഏകദേശം അത് ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം 2000 വർഗ്ഗചക്രങ്ങളുണ്ട്. അപ്പം ഇതിനായിട്ട് സബ് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ട്, നമ്മൾ ഓരോരുത്തർ കാര്യങ്ങൾ അറിയണം. ഓരോ 12 രാശികൾ, ഈ 12 രാശിയും പിന്നെയും ഡിവിഷൻ വരുന്നുണ്ട്, 40ആയിട്ടും അങ്ങനെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കാനുണ്ടെന്നൊരിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് വാട്സപ്പ് ലിങ്കുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ പലതും സ്പെഷ്യൽ സബ്ജക്റ്റാണ്. അസ്ട്രോ വാസ്തു എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്. ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജിൽ നിന്ന് നമുക്ക് നിങ്ങളുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനും പല ഇവിടുത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡേൺ എക്യുപ്മെന്റ് അല്ലെ സാറ്റലൈറ്റും സഹായം അല്ല ജിയോജബ്ര പല സോഫ്റ്റ്വെയർ വെച്ച് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാനും റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മാതിരിയുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ട് 5 മിനിറ്റ് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ മെഡിക്കൽ അസ്ട്രോളജി നമ്മുടെ ഒരു സബ്ജക്റ്റാണ്, മൊബൈൽ ന്യൂമറോളജി നമ്മുടെയൊക്കെ ഒരു സബ്ജക്റ്റാണ്. അപ്പം പിന്നെ നെയിം അലൈൻമെന്റ്, ബ്രാൻഡ് അലൈൻമെന്റ്, ബൃഹനാടി, നക്ഷത്രനാടി, KP അസ്ട്രോളജി, പഞ്ചപക്ഷി, അങ്ങനെ പ്രെഡിക്റ്റീവ് അസ്ട്രോളജി, ലാൽ കിതാബ്, ചന്ദ്രകലാനാടി, 150 വർഗ്ഗചക്രങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നത്, ബൃഹനാടിയുടെ കാര്യം പറഞ്ഞു. അപ്പം ഇങ്ങനെ പല സബ്ജക്റ്റും വെസ്റ്റേൺ ഉൾപ്പെടെ കാര്യങ്ങളുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പഠിക്കാനെടുക്കാൻ താല്പര്യമുണ്ടെന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേമാതിരി കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോന്നില്ല, അതിൽ ജസ്റ്റ് ഒരു വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യുക. വിളിക്കാൻ ഒരു ടൈം കിട്ടും, ആ ഒരു സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് സംസാരിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.